ഇന്നത്തെ ദിവസം നമുക്ക് വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചതാണ്. സോ ഞങ്ങൾ 3 പേരും കൂടി ഒരു ഓട്ടോ വിളിച്ചാണ് കേട്ടോ ഇന്ന് യാത്ര പോയത്. ബേബി ഇപ്പം എന്നെ ഇൻസ്പയർ ചെയ്തിട്ടാണ് സ്റ്റൈൽ ചെയ്യുന്നത്. ആ ബാഗൊക്കെ കണ്ടില്ലേ, അവളുടെ കുഞ്ഞു ലോകത്ത് അവളുടെ ഇൻഫ്ലുവൻസർ ആക്ച്വലി ഞാനാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം ഞാൻ കുറേ നാളായിട്ട്, അതായത് അവിടെ ചെന്നതിന് ശേഷം ഞാൻ ഇതുവരെ ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഈ വാക്സിങ്ങും കാര്യങ്ങളായതുകൊണ്ട് തന്നെ എനിക്കതത്ര ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞാൻ ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ 2.5 ഇയർ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് ത്രെഡ് ചെയ്തത്. എൻ്റെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ബേക്കറിയിലൊക്കെ കയറി. അവിടുന്ന് നേരെ ഉമ്മമാൻ്റെ അടുത്ത് പോയി അവിടെ പുള്ളിക്കാരനെ കണ്ട് പിന്നെ അന്നത്തെ ദിവസം കംപ്ലീറ്റ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തിട്ടോ. ആസ് യൂഷ്വൽ പതിവ് പോലെ മുന്നേ വെറുപ്പിക്കുന്ന ബേബി. ഇത്രയും പേഷ്യൻസ് ഉള്ളൊരു ക്യാറ്റിനെ ഞാൻ എൻ്റെ ലൈഫിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല. അത് ഞങ്ങളുടെ മുന്നേ മാത്രമായിരിക്കും. അവൻ തിരിച്ചൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ബേബിക്ക് അവനൊരു ടോയാണ്. ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ ഒരു കുഞ്ഞ് ഷാഡോ കിറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബേബിക്ക്. പിന്നീട് അത് ബേബി ഫുൾ അതിൽ പണി പഠിക്കലായിരുന്നു. ബേബി കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങൾ ആക്ച്വലി വിചാരിച്ചിരുന്നത് അതൊരു ടോംബോയ് ആയിരിക്കുന്നതാണ്. ബട്ട് അവൾ എൻ്റെ ഡിഫറെൻ്റായി ഒരു ഗേളിഷായിട്ട് മാറി. ഇപ്പോൾ ഫുൾ ഓഫ് ഗേളി പരിപാടികളാണ്. സോ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ കണ്ട് അവളും ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആവുന്നുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ അവസാനിച്ചു. അപ്പോൾ ശരി, ബൈ.